മോഷണക്കുറ്റം ആരോപിച്ച് 17-കാരന്റെ വായിൽ തുണി തിരുകി മർദ്ദിച്ച സംഭവത്തിൽ പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെതിരെ കേസെടുത്ത് പോലീസ്. പഠനവും ജോലിയും വാഗ്ദാനം ചെയ്ത് ഏറ്റെടുത്ത ഇടുക്കി അണക്കര സ്വദേശിയായ 17-കാരനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. കുളിക്കാൻ പോയ ടൈമിൽ ഇവർ വന്ന് വിളിച്ചിറക്കി അടിക്കുകയും ഇതൊക്കെ ആയിരുന്നു. നടുവിനിട്ടും അടിച്ചു, തുടക്കിട്ട് അടിച്ചു, കാൽവെള്ളക്കിട്ട് കൈവെള്ളക്കിട്ടും പിന്നെ കഴുത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തും പുറത്തുമൊക്കെ ഇടിക്കുകയും തല കൊണ്ട് കട്ടിലെ ഇടിപ്പിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. മോഷണത്തിൻ്റെ പേരിലാണ് ഇവർ മർദ്ദിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആരുടെ പൈസ എടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുകയും ഇതൊക്കെ ആയിരുന്നു ചെയ്തത്. സ്ഥാപനത്തിൽ ഈ വീഡിയോ വഴി ലൈവ് വഴി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെയാണ് ഇവിടുന്ന് സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേപ്പിച്ചിടത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ചെന്ന് എന്നെ അവിടെ നിർത്തി പഠിപ്പിക്കാം, 10 എഴുതി എടുപ്പിക്കാം, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ് അങ്ങനെ ഒരു 2 ദിവസം ജൂൺ വരെ ഇങ്ങനെ വീഡിയോ ഇതും കാര്യങ്ങളായിപ്പോയി. സ്കൂൾ തുറക്കുന്നതിൻ്റെ അന്ന് ഇവർ കുറച്ച് പിള്ളേർ വന്നു പഠിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പഠിക്കുന്നതിന് ഞാൻ അവരോട് ചോദിച്ചു, എനിക്കും പഠിക്കണം, എൻ്റെ ശരിയായോ ഇല്ലയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നിൻ്റെ കാര്യങ്ങൾ പറയാം, വെയിറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഒരാഴ്ച വരെ അങ്ങനെ പോയി കഴിഞ്ഞ് അവരുടെ അടുത്ത് പിന്നെയും ചോദിച്ച് കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു നിന്നെ ഇനി പഠിപ്പിക്കാൻ ഇന്നില്ല, നീ ഈ വീഡിയോയുടെ ഇതൊക്കെ ആയിട്ട് പോയാൽ മതി, അങ്ങനെ ഇതാണെന്ന് പറഞ്ഞു. പിന്നെ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ എഴുന്നേൽപ്പി ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവർ വലിച്ചഴച്ചുകൊണ്ടാണ് പണിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ സ്നേഹത്തണൽ സ്ഥാപനത്തിൻ്റെ പേര്. കുട്ടികളും ഉണ്ട്, എന്നെക്കാളും മുതിർന്നവരുണ്ട്, വയസ്സായവർ, അങ്ങനെ അച്ഛന് വീട്ടുകാർ ഉപേക്ഷിച്ചവർ, അങ്ങനെ പറഞ്ഞപ്പോൾ സംഭവത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെട്ടിട്ടുണ്ട്. വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി നൽകും. ഷിജോ, ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ 17-കാരൻ പറയുന്നത് മോഷണക്കുറ്റം ആരോപിച്ച ശേഷം ഉണ്ടായിട്ടുള്ള ക്രൂരമായ പീഡനവും മർദ്ദനവും ഒക്കെയാണ്. ആരാണ് ഇതിന്റെ നടത്തിപ്പുകാർ? അവിടെ മറ്റ് അന്തേവാസികൾക്ക് സമാനമായ രീതിയിലുള്ള പരാതികളുണ്ടോ? എത്ര കാലമായി ഈ സ്ഥാപനം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? രജിസ്റ്റേർഡ് സ്ഥാപനമാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? GK എലോഹിം വർഷിപ്പ് സെന്റർ, അതുപോലെ തന്നെ സ്നേഹത്തണൽ എന്ന് പറയുന്ന 2 സ്ഥാപനങ്ങൾ, ഈ പറയുന്ന ഒരു ആരാധനാലയം, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു വൃദ്ധസദനം, ഓൾഡ് ഏജ് ഹോം, മാതാപിതാക്കൾ മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ, പ്രായമായവർ, നോക്കാനാരുമില്ലാത്ത ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ പാർപ്പിക്കുന്ന ഒരു അഗതി മന്ദിരമാണ്. അത് കഴിഞ്ഞ കാലം കുറേയായിട്ട് പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഓമല്ലൂർ നഗരത്തോട് ചേർന്ന് തന്നെയാണ് ഈ പറയുന്ന എലോഹിം വർഷിപ്പ് സെന്റർ പ്രവർത്തിക്കുന്നത്. സ്നേഹത്തണൽ എന്ന് പറയുന്നത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ് സ്നേഹത്തണൽ. ഷിജു, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്. കാരണം ഇപ്പോൾ ആ മർദ്ദനമേറ്റ 17 വയസ്സുകാരന്റെ അമ്മയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, അത് കേൾക്കാം. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്, നമുക്ക് പെട്ടെന്ന് ഒരിക്കൽ കൂടി അത് കേൾക്കാം. ഷിജോ കുര്യൻ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ടാകും. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്താണ് ഈ ക്രൂരമായ പീഡനം നടന്നിരിക്കുന്നത്. ആ 17 വയസ്സുകാരനായ ഉണ്ടായിട്ടുള്ള പീഡനത്തിൻ്റെ വിവരണങ്ങൾ നമ്മൾ കണ്ടു. അത് ഏത് സ്വഭാവത്തിലുള്ളതാണ്? ഏതായാലും വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഷിജോ കുര്യൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, പറയൂ. GK അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള തുറന്നുപറച്ചിലാണ് ഈ 17 വയസ്സുകാരൻ നടത്തിയിട്ടുള്ളത്. പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന എലോഹിം വർഷിപ്പ് സെന്റർ, ആ എലോഹിം വർഷിപ്പ് സെന്ററിന്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള സ്നേഹത്തണൽ, ഈ 2 സ്ഥാപനങ്ങളിലായിട്ടാണ് ഈ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇടുക്കി അണക്കര സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരനെ ഏതാണ്ട് കഴിഞ്ഞ ഒരു 4 മാസം മുമ്പാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയോട് പറഞ്ഞിരുന്നത് കുട്ടിയുടെ പഠനമടക്കമുള്ള കാര്യങ്ങൾ ഇവിടുത്തെയുള്ള ബന്ധപ്പെട്ട അധികൃതർ ചെയ്തുകൊള്ളാം, മറ്റ് മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങളിലൊക്കെ ഇവിടുന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് ആ 17 വയസ്സുകാരനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ അധ്യയനം തുടങ്ങി, ജൂൺ 1 അധ്യയനം തുടങ്ങുന്നു. പിന്നീട് ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. പക്ഷേ അപ്പോഴും ഈ 17 വയസ്സുകാരൻ, ഈ പറയുന്ന അഗതി മന്ദിരത്തിൽ വന്ന 17 വയസ്സുകാരൻ ഒരു തരത്തിലും സ്കൂളിലേക്ക് പോകാതെ ഇവിടെയുള്ള പണികൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ ചോദ്യം ചെയ്യുന്നു. അപ്പോഴും ഈ പറയുന്ന പലതരത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു. ഈ കുട്ടി അതിക്രൂരമായിട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനത്തിന് ഇരയാകേണ്ടി വന്നു എന്നുള്ള കാര്യമൊക്കെ ഈ 17 വയസ്സുകാരൻ പറയുന്നുണ്ട്. പഠിപ്പിക്കാൻ ഒരു തരത്തിലും ഇവർ തയ്യാറായില്ല, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവർ പാലിച്ചില്ല എന്നുള്ള ആക്ഷേപമൊക്കെ ഈ കുട്ടി പരാതിയായിട്ട് ഉന്നയിക്കുകയും ചെയ്തു. ഇതിനുശേഷം മാതാപിതാക്കളെ വിവരം
അറിയിക്കുന്നു. മാതാപിതാക്കൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ കുട്ടി, ഈ പറഞ്ഞ സ്നേഹത്തിന് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ 104 നമ്പർ മുറിയിൽ ഈ കുട്ടിയെ ആ ഒട്ടും തീർത്തും അവശനായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടിരുന്നത്. പിന്നീട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയുമായിട്ട് ഇവിടുന്ന് തിരികെ കട്ടപ്പനയിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് ഈ വിവരം CWC അറിയിക്കുകയും ചെയ്തു. എന്തായാലും CWC ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് കൃത്യമായിട്ടുള്ള പരിശോധനയും മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ CWC ഇവിടെ വന്നപ്പോൾ മറ്റൊരു കുട്ടിയെ, 17 വയസ്സുകാരനായിട്ടുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള മറ്റൊരു കുട്ടിയെ കൂടി ഇവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും കട്ടപ്പന പോലീസ് ഈ 17 വയസ്സുകാരൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സ്നേഹത്തിനിലേക്ക് CWC അധികൃതരും അതുപോലെ തന്നെ പോലീസും, ഇലവന്തിട്ട പോലീസ്, മറ്റ് ബന്ധപ്പെട്ട ഓമല്ലൂർ പഞ്ചായത്ത്, ചെന്നീർക്കര പഞ്ചായത്ത് തുടങ്ങിയ വിവിധ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ കൂടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെയുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുകയാണ്. അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമാണ് 17 വയസ്സുകാരൻ ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആ കുട്ടിയെ പഠിപ്പിക്കാതെ ഇവിടെയുള്ള അഗതികൾക്ക് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് അവരെ നോക്കുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് മറ്റ് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതൊക്കെയാണ് ഈ കുട്ടികൾ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. ആ കാര്യമൊക്കെ വളരെ വിശദമായിട്ട് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ സംഭവം വളരെ വിശദമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിലെ അംഗങ്ങൾ ഇവിടെ വന്ന് പരിശോധനയൊക്കെ നടത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഈ സംഭവം സമഗ്രമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.